വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൺ. ഇന്ന് സദ്യ സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 500 ഗ്രാം ചെറുപയർ പരിപ്പ്. നമ്മൾ കടയിലൊക്കെ പായസപ്പരിപ്പ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിലേക്ക് 500 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി ചുവക്ക വറക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു നല്ല പരിപ്പ് വെന്ത് വരുന്ന ഒരു സ്മെല്ല് കിട്ടും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പം ഞാനത് കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. സാധാരണ നമ്മൾ ഈ പായസം ഒന്നെങ്കിൽ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാലിലേക്ക് ഇട്ടാണ് വേവിച്ചെടുക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്, വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടി കുക്കറിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ഈ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പരിപ്പ് വെന്താൽ ഒന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിപ്പിനേക്കാളും കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അങ്ങനെ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് വെന്ത് കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പാല് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ലിറ്റർ പശുവിൻ പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതാ പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് പാലിലേക്ക് വെള്ളം ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പാല് വളരെ പെട്ടെന്ന് വറ്റിപ്പോവും. അതിനുശേഷം എന്ത് ചെയ്യണം, നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാലിതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് കുറുകി ഇതിൻ്റെ ഒരു കളറൊക്കെ ഒരു പിങ്ക് കളറിലേക്ക് ഒന്ന് മാറി വരാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊരു കളറൊക്കെ മാറി ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുപയർ പരിപ്പ് മുഴുവനായിട്ടും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി പാലും ചെറുപയർ പരിപ്പും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കൈവയ്ക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഈ പരിപ്പ് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ മാത്രമേ ശർക്കര ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം, പാലിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നു തുടങ്ങി. ഈ സമയത്ത് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മധുരം ചേർക്കേണ്ടത്. അപ്പോൾ എപ്പോഴും പായസത്തിന് മധുരം മുന്നിട്ട് നിൽക്കണം. അതാണ് അതിന് രുചി കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര മധുരം വേണോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വരുന്നവരേക്കും. ഇനി ഇത് 3ഉം കൂടെ ചേർന്നിട്ട് ഒരു പായസത്തിൻ്റെ പാകമായിട്ട് വരാനുണ്ട്. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പ് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്തിരിക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുവ വരും. ആ ഒരു കാര്യം ഒന്ന് മാറിക്കിട്ടാനുമാണ് എപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, അതിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങാക്കൊത്ത് ഇതിൽ ചേർക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്തൊന്ന് കടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ടേസ്റ്റാണ്. അപ്പം അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായയും അതുപോലെ തന്നെ ചുക്കും പൊടിച്ചതാണ്, ഏലക്കായും ചുക്കൂടെ പൊടിച്ചെടുത്തതാണ്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ പായസത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരും. ഈ സമയത്ത് ഞാനിതിലേക്ക്
ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നെയ്യ് ഇനി ആ ചൂടിൽ കിടന്ന് ഉരുകി വരാനുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉരുക്കിയിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്